എന്തുണ്ടാക്കാൻ പോവാ? അങ്ങനെ നേരെ വണ്ടി എടുത്ത് കോഴിക്കടയിലോട്ട് വിട്ടു. ഇതാണ് നമ്മളെ സ്പോൺസർ ജുനൈദ് ഭായ്. പിന്നെ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് എന്റെ പേജ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത്. എന്തായാലും അപ്പോഴേക്കും നമ്മളെ ചിക്കൻ 4 കഷ്ണമായിട്ട് എത്തി. പിന്നെ അതെങ്ങനെങ്കിലും വീട്ടിലെത്തിക്കാനുള്ളത് എടുക്കുവായി. പോയ വഴിക്ക് കടയിൽ കയറി അൽഫാം മിക്സും വാങ്ങി. ഗ്രില്ലൊക്കെ ഇപ്പൊ വീട്ടിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച അൽഫാം മസാല. അപ്പോഴേക്കും നമ്മൾ ജുനൈദ് ഭായ് ഗ്രില്ല് സെറ്റ് ചെയ്യാനുള്ള കല്ലൊക്കെ എടുത്ത് വെച്ചു. നിങ്ങളിപ്പോ കാണുന്ന ഒരു മഹാനായ വ്യക്തി കോഴിയെ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ മസാല അങ്ങോട്ട് എടുത്ത് കോഴിയെ അങ്ങോട്ട് കുളിപ്പിക്കാൻ തുടങ്ങി. കനല് വാങ്ങാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ ജുനൈദ് ഭായ് എന്നെ കനല് സെറ്റ് ചെയ്തു. നമ്മളൊക്കെ മണ്ടേ ഒരു കഴിവേറി പറഞ്ഞ തീ തിരിച്ചെടുത്ത് കേട്ടോ. ഇവന് തീ എത്തിക്കാൻ പറഞ്ഞോട് ഒരു മണ്ണാകട്ടായിരുന്നു. 101ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കത്തിക്കുന്നത്. അവസാനം തീ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒന്ന് തീ എത്തിച്ചപ്പോഴത്തേക്കും ചെക്കന്റെ ലുക്കേ മാറി. ഞാൻ പറഞ്ഞില്ല ഇവനൊരു കില്ലാടിയാണ്. എന്റെ ഡയലോഗ് കേട്ട് ഉള്ളത് ഇനി നമ്മൾ സൈലന്റ് ആയിരിക്കും. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ പീസ് എല്ലാം പറക്കി. ഗ്രില്ല് ഉണ്ടാക്കുന്നവർക്ക് പുതിയ ട്രിക്ക് ഇതാ ഞങ്ങൾ അൺലോക്ക് ചെയ്തത്. ഇതാണ് ആ ട്രിക്ക്. പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഇട്ട് വിളിക്കാം. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പകുതി എന്റെ കഴിവ് പുറത്തിറക്കേണ്ടി വന്നു. ഇതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. അതൊന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക് അതിന്റെ കൂടെ തിന്നാനുള്ള സാധനം വാങ്ങാൻ അങ്ങനെ പൊറോട്ട കുബൂസും മയോണൈസും ഒക്കെ ആയിട്ട് നേരെ വീട്ടിൽ വന്നത് ഓരോ പീസിന്റെ പകുതി കാണാനില്ല, മൊത്തം കളർ. അപ്പോഴേക്കും നമ്മളെ സഞ്ചി വീട്ടിലിരുന്ന് ചിക്കൻ കറി അടിച്ചോണ്ട് ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും തറ കിടന്ന ചിക്കനൊക്കെ വാരി പ്ലേറ്റിൽ ഫുള്ളൊരു നോമ്പ് ഉറുപ്പ് ഫീൽ. ഇതാണ് സുഹൃത്തുക്കളെ കഴിച്ച് വിറ്റാവുന്ന അവസ്ഥ.